പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ സമരക്കാരുടെ നിലവിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ സർക്കാർ അക്ഷരാർത്ഥത്തിൽ ജനകീയ ശക്തിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. 16 ദിവസമായി ചോരയും നീരും നൽകി ജാർഖണ്ഡിലെ മണ്ണിൽ ഉയർന്നു കേട്ട അനിശ്ചിതകാല സമരത്തിന് മുന്നിൽ ഭരണകൂടം ഒടുവിൽ കീഴടങ്ങിയിരിക്കുന്നു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ 2023-25 പരീക്ഷകളും 14ാം പ്രിലിമിനറി പരീക്ഷയുമാണ് ഒടുവിൽ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ചരിത്രപരമായ തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥി നേതാക്കളുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ഭരണാധികാരികൾക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന ദേവേന്ദ്രനാഥ് മഹോദയുടെയും മറ്റൊരു വിദ്യാർത്ഥിയായ രാഹുൽ ക്രാന്തിയുടെയും ആരോഗ്യനില വഷളായതോടെ സംസ്ഥാനത്ത് വലിയ ജനരോഷമാണ് അലയടിച്ചത്. 6 പ്രതിഷേധക്കാരാണ് നിരാഹാര സമരം നടത്തിയത്. JPSC ചെയർമാൻ എൽ ഖിയാങ്ങയുടെയും പിന്നാലെ കമ്മീഷൻ അംഗങ്ങളായ അജിത് ഭട്ടാചാര്യ, അനിമ ഹസ്ത, ജമാൽ അഹമ്മദ് എന്നിവരും ഒന്നിനു പുറകെ ഒന്നായി രാജിവെച്ചൊഴിഞ്ഞത് സർക്കാരിനുമേൽ കനത്ത പ്രഹരമായി മാറി. CID അന്വേഷണം 90 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും പരീക്ഷാ ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ലക്നൗ ആസ്ഥാനമായുള്ള TDPL എന്ന സ്വകാര്യ ഏജൻസിയുടെ പരീക്ഷകളിലെ ദുരൂഹതകളും സാമ്പത്തിക ഇടപാടുകളും ED അന്വേഷണത്തിന് വിധേയമാക്കാനും തീരുമാനമായിരിക്കുന്നു. JPSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും പരിഷ്കരിക്കുന്നതിനായി AIMന്റെയും XIMന്റെയും സഹായം തേടാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത് ചെറിയൊരു മാറ്റമല്ല സൂചിപ്പിക്കുന്നത്. എന്നാൽ ദൂരെയൊരു ജാർഖണ്ഡിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ പ്രതിസന്ധികൾ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നമ്മുടെ സ്വന്തം കേരളത്തിലും PSC തട്ടിപ്പുകളുടെയും ചോദ്യപേപ്പർ ചോർച്ചകളുടെയും കറുത്ത ഏടുകൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതേ കേരളത്തിലും ഇതിനെതിരെ വലിയ സമരങ്ങളാണ് അലയടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അരങ്ങേറിയ ഇത്തരം ക്രമക്കേടുകളുടെയും പരീക്ഷാ തട്ടിപ്പുകളെയും പ്രതിരോധിക്കുന്നതിലും റദ്ദാക്കുന്നതിലും സർക്കാരുകൾ പലപ്പോഴും പുറകോട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാർ വിദ്യാർത്ഥി ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കിയ ഈ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. മുൻകാല ഭരണാധികാരികളുടെ ഇത്തരം നിഷേധ നിലപാടുകളിൽ നിന്നും പിന്മാറ്റങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാനും അത്തരം അഴിമതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും തയ്യാറാകുമോ എന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവജനങ്ങളും ഉറ്റുനോക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ജാർഖണ്ഡിൽ അവസാനിക്കുന്നില്ല. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ വിയർപ്പും കണ്ണീരും വിലമതിക്കാനാവാത്തതാണെന്ന് ഭരണകൂടങ്ങൾ തിരിച്ചറിയുന്ന കാലം വരേക്കും ഈ സമരങ്ങൾ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. അധികാരത്തിൻ്റെ ഗർവിൽ യുവജനങ്ങളുടെ ഭാവിയെ ചവിട്ടിയരയ്ക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ജാർഖണ്ഡിൽ നമ്മൾ കണ്ടത്. അഴിമതിയുടെ വേരുകൾ അറുത്തെറിയാൻ തെരുവിൽ കൊടിയുയർത്തി പൊരുതുന്ന വിദ്യാർത്ഥി സമൂഹം തന്നെയാണ് നാളെയുടെ മാറ്റം എന്ന് പറയുന്നത്.